കേരള സർവകലാശാല യൂണിയൻ ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിന്ന വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ എഴുത്തുകാരൻ ടി.ഡി. രാമകൃഷ്ണനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഗായികയും സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയുമായ പുഷ്പവതി മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള സർവകലാശാല യൂണിയൻ ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചിട്ടും നോട്ടീസിൽ പേര് ചേർത്തിട്ടും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ എത്തിയില്ല. വിദ്യാർത്ഥി വിഷയങ്ങളിൽ ചാൻസലറുടെ നിസ്സഹകരണത്തിന്റെ തുടർച്ചയാണ് ഇതെന്നാണ് യൂണിയന്റെ വിമർശനം. എഴുത്തുകാരൻ ടി.ഡി. രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വളരെ ആസൂത്രിതമായിട്ട് സമൂഹത്തിൻ്റെ ഓരോ മേഖലകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയമായ അല്ലെങ്കിൽ മതപരമായ മറ്റു തരത്തിലുള്ള താല്പര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും സമൂഹത്തെ വളരെ സമർത്ഥമായി പോളറൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ചീത്തകാലത്ത് വിദ്യാർത്ഥികൾക്ക്, ചെറുപ്പക്കാരികൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഈ മണ്ണിനെ, രാജ്യത്തെ, സമൂഹത്തെ മനുഷ്യർക്ക് പരസ്പര ബഹുമാനത്തോടു കൂടി ജീവിക്കാവുന്ന ഒരു ഇടമായിട്ട് നിലനിർത്തുക എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. ജാതിമത ചിന്തകൾക്കെല്ലാം അപ്പുറത്തായിട്ട് എല്ലാ മനുഷ്യർക്കും അവരവരുടെ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുസരിച്ച് പരസ്പര ബഹുമാനത്തോടു കൂടി ജീവിക്കാവുന്ന ഒരു ഇടമായിട്ട് നിലനിർത്താനുള്ള ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ളത്. ഗായികയും സംഗീത നാടക അക്കാദമി ഉപാധ്യക്ഷയുമായ പുഷ്പവതി പൊയ്പ്പാടത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ക്ഷണിക്കപ്പെട്ട സദസ്സിൽ ചെന്നു കഴിഞ്ഞാൽ അതേത് കോൺക്ലേവ് ആണെങ്കിലും കോൺക്ലേവിൻ്റെ അർത്ഥം സമ്പുഷ്ടമാകണമെങ്കിൽ അല്ലെങ്കിൽ സമ്പൂർണ്ണമാവണമെങ്കിൽ അപരൻ്റെ ശബ്ദങ്ങൾക്ക് അവിടെ പ്രാധാന്യം ഉണ്ടാകണം എന്നുള്ളതാണ്. ആശയ സമന്വയമാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആശയ രൂപീകരണം നടക്കുന്നിടത്ത് ഒരു അടിത്തട്ട് വനിതയുടെ ശബ്ദം കേട്ടപ്പോൾ അതാര് എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ ചോദ്യം ഏത് തരം ബോധത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത്. രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ, സിൻഡിക്കേറ്റ് അംഗങ്ങളായ ജെ.എസ്. ഷിജു ഖാൻ, അജയ് ഡി.എൻ., സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി എ.വി. ഗോവിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.